നമസ്കാരം. കാപ്പ ചുമത്തപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ആർ സുഗതന് കൗൺസിൽ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ശാരീരിക അവധി അനുവദിച്ചുകൊണ്ടുള്ള കഴിഞ്ഞ 31-ാം തീയതിയിലെ കൗൺസിൽ മീറ്റിംഗിന് ശേഷം ആകെ ബഹളമാണ്. BJP CPM ഡീലാണെന്ന് കോൺഗ്രസും BJP കോൺഗ്രസ് ഡീലാണെന്ന് CPM-ഉം പരസ്പരം ആരോപണം ഉന്നയിക്കുന്നു, പരസ്പരം ചെളിവാരി എറിയുന്നു. കൗൺസിൽ മീറ്റിംഗിൻ്റെ അവസാനം മേയർ VV രാജേഷ് ഒരു പേപ്പർ പൊക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞത് അത് ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള ഒരു സർക്കുലറാണ്. പക്ഷേ അതൊരു സർക്കുലറാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ സർക്കുലർ പ്രകാരം ഈ സുഗതന് ഒരു അവധിക്കുള്ള അപേക്ഷ നൽകാം, അത് കൗൺസിലിന് പരിഗണിച്ച് ഒരു തീരുമാനവും എടുക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അത്തരത്തിൽ ഒരു തീരുമാനമെടുത്തത് എന്നാണ്. എന്നിട്ട് അവസാനം പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിന് ശബരീനാഥൻ്റെ സർക്കാരിൻ്റെ അംഗീകാരമുണ്ട് എന്നായിരുന്നു. അത് കേട്ട ശബരിനാഥൻ ആകെ സ്തബ്ധനായിപ്പോയി. തുടർന്ന് അദ്ദേഹം ഈ മുനിസിപ്പാലിറ്റി ആക്ടിൻ്റെ പല ഇറലവൻ്റ് ആയിട്ടുള്ള ഈ ചട്ടങ്ങളൊക്കെ ഉദ്ധരിക്കാനും തുടങ്ങി. ഇതെല്ലാം കൂടി കേട്ട പൊതുജനത്തിന് ആകെ കൺഫ്യൂഷനായി. ഇവിടെ ഒന്നുകിൽ രാഷ്ട്രീയക്കാർക്ക് ഈ മുനിസിപ്പാലിറ്റി ആക്റ്റേ അറിയില്ല, അല്ലെങ്കിൽ അതൊക്കെ തന്നെ അറിഞ്ഞു വച്ചുകൊണ്ട് അവർ ജനങ്ങളെ പറ്റിക്കുന്നു. അതിൽ ഇപ്പോഴത്തെ മന്ത്രിമാരും മുൻ മന്ത്രിമാരും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ കാര്യം. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൻ്റെ നിയമപരമായ സത്യാവസ്ഥ ഒന്ന് പരിശോധിക്കാം. ഇവിടെ ലഹളക്കാരെ ഏറ്റവും പ്രമുഖൻ നമ്മുടെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവായ കൗൺസിലിൽ നേതാവായ ശബരിനാഥനാണ്. അദ്ദേഹം പറയുന്നത് സുഗതന് അവധി അനുവദിച്ചത് മുനിസിപ്പാലിറ്റി ആക്ടിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ്. കൂടാതെ സുഗതനോട് അവധിക്ക് അപേക്ഷിക്കാൻ ആവശ്യപ്പെട്ട ആഭ്യന്തര വകുപ്പിനെയും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ഇതിലെ അടുത്ത ബഹുൻ കഥാപാത്രം മുൻ വിദ്യ ആഭാസ വകുപ്പ് മന്ത്രിയായിരുന്ന V ശിവൻകുട്ടിയാണ്. അദ്ദേഹം പറയുന്നത് സുഗതന് അവധി നൽകുന്ന കാര്യം ഒരു നയപരമായ തീരുമാനമെടുക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് മന്ത്രി കാണാതെ ഇതിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ലായിരുന്നു. അണ്ടർ സെക്രട്ടറിക്ക് സ്വന്തം നിലയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഇത് തികച്ചും നാണക്കേടായ ഒരു കാര്യമാണ് എന്നാണ്. 5 വർഷം നമ്മുടെ കേരളത്തിൻ്റെ വിദ്യ ആഭാസ വകുപ്പ് മന്ത്രിയായിരുന്ന ഈ V ശിവൻകുട്ടിക്ക് എന്താണ് നയപരം, എന്താണ് നയപരം അല്ലാത്ത കാര്യം എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും പുറത്തു വരുന്നത്. നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അടുത്ത താരം. അദ്ദേഹം സുഗതനോട് അവധിക്ക് അപേക്ഷ നൽകാൻ ഉപദേശിച്ച അണ്ടർ സെക്രട്ടറിക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടു. നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ ശ്രീ KM ഷാജിയാണ് അടുത്ത താരം. അദ്ദേഹം പറയുന്നത് ഈ സുഗതന് അനുകൂലമായ യാതൊരു തീരുമാനവും എടുക്കരുത് എന്ന് താൻ നിർദ്ദേശം നൽകിയിട്ടും വകുപ്പിലെ അണ്ടർ സെക്രട്ടറി അതിന് വിരുദ്ധമായ ഒരു തീരുമാനം എടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അത്തരത്തിൽ ഒരു തീരുമാനം എടുത്തു എന്ന് പറയപ്പെടുന്ന അണ്ടർ സെക്രട്ടറിയായ ശ്രീമതി ചിത്ര P അരുണിമയെ സസ്പെൻഡ് ചെയ്തതായിട്ടും അറിയുന്നു. അപ്പോൾ സംഗതി ആകെ ജഗപോകയാണ്. ഞാൻ എൻ്റെ 30-ാം തീയതിയിലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അഥവാ 31-ാം തീയതിയിലെ വോട്ടെടുപ്പിൽ വോട്ടിംഗ് നില 50-50 ആയാൽ പോലും ഈ സുഗതൻ്റെ അവധി അപേക്ഷ അംഗീകരിക്കപ്പെടുമെന്നായിരുന്നു. അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ 31-ാം തീയതി അതുവരെ പ്രതിപക്ഷത്തായിരുന്ന പൗണ്ട് കടവിലെ കൗൺസിലർ അദ്ദേഹം BJP പക്ഷത്തേക്ക് മാറി. കൂടാതെ CPM-ൻ്റെ ഒരു മുൻ മേയറും ഇപ്പോഴത്തെ കൗൺസിലറുമായ ഒരു ശ്രീകുമാർ അദ്ദേഹം ഈ കൗൺസിൽ മീറ്റിങ്ങിനെ വന്നില്ല. അതുകൊണ്ട് 51-48 ക്രമത്തിലാണ് അന്ന് ഈ സുഗതൻ്റെ അവധി അപേക്ഷ പാസ്സാക്കപ്പെട്ടത്. എന്നിട്ടും ഈ കൗൺസിൽ മീറ്റിങ്ങിൻ്റെ ഏറ്റവും അവസാനം രാജേഷ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തി എന്ന്. എനിക്ക് തോന്നുന്നത് ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഈ കാസ്റ്റിംഗ് വോട്ട് എന്താണ്, എങ്ങനെയാണ് എന്നൊന്നും തന്നെ ഈ VV രാജേഷിനും വലിയ ധാരണയൊന്നും ഇല്ല എന്നാണ്. കൗൺസിൽ യോഗങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ കൗൺസിലിലെ ആകെ അംഗങ്ങളുടെ അതിൻ്റെ എണ്ണത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല. ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ അതിൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായ പ്രകാരമായിരിക്കും ഓരോ വിഷയത്തിലും തീരുമാനം എടുക്കപ്പെടുക. 1994 കേരള മുനിസിപ്പാലിറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 91(1) പ്രകാരമാണ് ഏതെങ്കിലും ഒരു കൗൺസിലിൻ്റെ അനുമതിയില്ലാതെയും സ്വമേധയാ വാളണ്ടിയർ ആയിട്ടും ഏതെങ്കിലും തുടർച്ചയായ 3 കൗൺസിൽ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടമാകും എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനപ്പെട്ടത് 2 വാക്കുകളാണ്. അതായത് കൗൺസിലിൻ്റെ അനുമതി ഇല്ലാതിരിക്കുക, അതുപോലെ തന്നെ സ്വമേധയാ ആയിരിക്കുക എന്നുള്ളത്. അപ്പോൾ
ഈ കൗൺസിലിൻ്റെ അനുമതി ഇല്ലാതെ എന്ന് പറയുന്നതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ ഒരു കൗൺസിലർക്ക് ഒരു അവധി അപേക്ഷ നൽകാൻ സാധിക്കും എന്നുള്ളത്. ഇനി അദ്ദേഹം പറയുന്ന കാരണം അതൊരു സഫിഷ്യൻ്റ് ഗ്രൗണ്ടാണോ അവധി അനുവദിക്കാൻ എന്ന് തീരുമാനിക്കാനുള്ള ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഈസ് ദ കൗൺസിൽ, മറ്റാരും തന്നെയില്ല. അപ്പോൾ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ അതിൽ കാരണങ്ങൾ പറയുമല്ലോ, ആ കാരണം സഫിഷ്യൻ്റ് ആണോ, തൃപ്തികരമാണോ എന്ന് തീരുമാനിക്കേണ്ടതും കൗൺസിലാണ്, മറ്റാരും തന്നെ അല്ല. അവധിയുമായി ബന്ധപ്പെട്ട മറ്റൊരു സെക്ഷൻ 87 87 പറയുന്നു, ഒരു കൗൺസിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ കൗൺസിലിൻ്റെ അനുമതി വേണം എന്നാണ്. അതുപോലെ തന്നെ 87(2) പറയുന്നത് അങ്ങനെ 3 പ്രാവശ്യം തുടർച്ചയായിട്ട് പങ്കെടുത്തില്ല എങ്കിൽ അയാൾക്ക് അയാളുടെ അംഗത്വം നഷ്ടപ്പെടും എന്നും ആണ്. മുനിസിപ്പാലിറ്റീസ് ആക്ടിൻ്റെ ഒരിടത്തും തന്നെ ഏതെങ്കിലും ഒരു കൗൺസിലർക്കെതിരെ അഥവാ കാപ്പ് ചുമത്തപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ഇത്തരത്തിൽ ഒരു അവധി അപേക്ഷ നൽകുന്നതിന് അയോഗ്യനായിരിക്കും എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ അത്തരത്തിൽ ഒരു അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ അത് കൗൺസിൽ പരിഗണിക്കാൻ പാടില്ല എന്നും ഒരിടത്തും പറയുന്നില്ല. കൂടാതെ ഏതെങ്കിലും ഒരു കൗൺസിലർ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആണെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ അയാൾ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ്റെ അടിയിലാണെങ്കിലോ ഈ കാപ്പ പോലെ അയാളുടെ അംഗത്വം സ്വാഭാവികമായും നഷ്ടപ്പെടും എന്ന് ഈ ആക്ടിൽ ഒരിടത്തും തന്നെ പറയുന്നില്ല. ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെന്ന് വെച്ചിട്ട് ഒരാൾ കുറ്റക്കാരൻ ആകുന്നില്ല. അയാളുടെ കുറ്റം തെളിയിക്കപ്പെടേണ്ടത് അന്തിമമായിട്ട് കോടതിയിൽ വച്ചാണ്, അല്ലെങ്കിൽ ഈ ആക്ടിൽ അത്തരത്തിൽ എടുത്തു പറഞ്ഞിരിക്കണം. അങ്ങനെ ഈ ആക്ടിൽ ഒരിടത്തും തന്നെ പറഞ്ഞിട്ടുമില്ല. അടുത്ത ചോദ്യം, കാപ്പ ചുമത്തപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരു കൗൺസിലർ ഇത്തരത്തിൽ ഒരു അവധിക്ക് അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ അയാൾ പറയുന്ന ഈ ജയിലിലാണ്, പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിലാണ് എന്ന് പറയുന്ന ആ ഒരു കാരണം ഈ ലീവ് പരിഗണിക്കാനും അനുവദിക്കാനും പര്യാപ്തമായ ഒന്നാണോ എന്നാണ്. ഇതിന് അനുകൂലമായിട്ടും ബാധിക്കാം, പ്രതികൂലമായിട്ടും ബാധിക്കാം. അതാണ് നാം അന്ന് കൗൺസിൽ മീറ്റിങ്ങിൽ കണ്ടത്. കരുതൽ തടങ്കൽ ഒരു കൗൺസിലറെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ശാരീരികമായി തടയും. നാം മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ശിക്ഷയുടെ ഭാഗമായിട്ടോ അല്ല അയാളെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പറയുന്ന അന്തസ്സായിട്ട് ജീവിക്കാനുള്ള അവകാശത്തിന് ഈ കൗൺസിലർക്ക് എല്ലാ അർഹതയും ഉണ്ട്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലും തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് നാം എപ്പോഴും ഓർമ്മിക്കേണ്ടത് ആർട്ടിക്കിൾ 21. കൂടാതെ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ മാൻഡേറ്റിനെയും ജനവിധിയെയും നാം ബഹുമാനിക്കണം, അംഗീകരിക്കണം. അദ്ദേഹം ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതെ ഇരിക്കുന്നത് സ്വമേധയാ അല്ല. അദ്ദേഹത്തിന് പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ സർക്കാർ ഏർപ്പെടുത്തിയ ഒരു നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ഈ കൗൺസിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാതെ ഇരിക്കുന്നത്. ഇതൊക്കെയാണ് അവധി അനുവദിക്കണം എന്ന് പറയുന്ന ആൾക്കാരുടെ വാദങ്ങൾ. എന്നാൽ അതിനെ എതിർക്കുന്ന ഈ ശബരിനാഥനെ പോലുള്ളവർ വാദിക്കുന്നത് ഈ കാപ്പ ചുമത്തപ്പെട്ട് ജയിലിൽ കിടക്കുന്നത് ഒരു സാധാരണ അസുഖത്തോട് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ അയാൾ ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു കൗൺസിലർ, അദ്ദേഹം ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാതെ അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണല്ലോ, അങ്ങനെയുള്ള ഒരാൾക്ക് ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല എന്നൊക്കെയാണ് ഈ ഇരുപക്ഷത്തെയും വാദം. അതിൽ ഏത് വാദമാണ് ശക്തമായത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇനി മറ്റൊരു കാര്യം സങ്കല്പിച്ചു നോക്കുക. ഭാവിയിൽ ഈ സുഗതനെതിരെ കാപ്പ ചുമത്തിയ നടപടി തെറ്റാണെന്ന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ അയാളുടെ കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെട്ടാൽ പോലും അത് അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ കാപ്പ ചുമത്തിയിരിക്കുന്ന തീരുമാനം അതൊരു ടെൻഡേറ്റീവ് തീരുമാനമാണ്. അതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോടതിയും ആണ്. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കുന്നത് അഥവാ ഏതെങ്കിലും ഒരു കൗൺസിലർ ജുഡീഷ്യൽ കസ്റ്റഡിയിലോ അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ കരുതൽ തടങ്കലിലോ ആണെങ്കിൽ ഒരു കൗൺസിൽ മീറ്റിങ്ങിൽ നിന്നും മാറി നിൽക്കുന്നതിന്, വിട്ടു നിൽക്കുന്നതിന് അയാൾക്ക് കൗൺസിലിൻ്റെ പെർമിഷൻ, അനുമതി ആവശ്യമാണ്. അതിനുവേണ്ടി അയാൾക്കൊരു അപേക്ഷ സമർപ്പിക്കാം. അത് പരിഗണിച്ച് കൗൺസിലിന് അയാൾക്ക് 6 മാസം വരെ അവധി അനുവദിക്കാം. ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കൗൺസിൽ മാത്രമാണ്. ഈ ഒരു കാര്യം മാത്രമാണ് സുഗതൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇനി അഥവാ അവധി അനുവദിച്ചില്ല എന്ന് കരുതുക. അപ്പോൾ വേണമെങ്കിൽ ആ കൗൺസിലർക്ക് നിയമപരമായി ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാം. അതിനെ തുടർന്ന് അയാൾക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെയും സമീപിക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ വസ്തുതകളുടെ വെളിച്ചത്തിലാണ് ആഭ്യന്തര വകുപ്പ് നമ്മുടെ സുഗതന് നൽകിയ മറുപടിയെ നാം കാണേണ്ടത്.
അപ്പോൾ ഈ ആഭ്യന്തര വകുപ്പ് നൽകിയ ആ മറുപടി 100% ശരിയായ ഒന്നായിരുന്നു, നിയമപരമായ ഒന്നായിരുന്നു. അല്ലാതെ അത് BJP കോൺഗ്രസ് ഒത്തുകളിയോ അല്ലെങ്കിൽ BJP കമ്മ്യൂണിസ്റ്റ് ഒത്തുകളിയോ ആയിരുന്നില്ല. സുഗതൻ ആഭ്യന്തര വകുപ്പിന് നൽകിയ അപേക്ഷയിൽ പറഞ്ഞിരുന്നത് അദ്ദേഹത്തെ പോലീസിൻ്റെ എസ്കോർട്ടോടുകൂടി ഈ കൗൺസിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ അനുവദിക്കണം എന്നാണ്. എന്നാൽ അതിനുള്ള വകുപ്പുകൾ ഒന്നും തന്നെ ഈ മുനിസിപ്പാലിറ്റി ആക്റ്റിൽ ഇല്ല. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ ഞാൻ പങ്കെടുത്തില്ല എങ്കിൽ എൻ്റെ അംഗത്വം നഷ്ടപ്പെടും എന്നാണ്. അപ്പോൾ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ്. അതായത് അങ്ങനെ അംഗത്വം നഷ്ടപ്പെടില്ല, നിങ്ങൾക്ക് ഒരു അവധി അപേക്ഷ കൊടുക്കാൻ കഴിയും, കൗൺസിൽ അത് പാസ്സാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അംഗത്വം സംരക്ഷിക്കപ്പെടും എന്നുള്ള നിയമപരമായ ഒരു മറുപടി മാത്രമാണ് ഈ ആഭ്യന്തര വകുപ്പിൽ നിന്നും ഈ സുഗതന് നൽകിയത്. അതിൽ യാതൊരു രീതിയിലും ഉള്ള നിയമവിരുദ്ധതയും ഇല്ല. മറിച്ച് ആ സർക്കാർ ഉദ്യോഗസ്ഥ അവരിൽ നിക്ഷിപ്തമായ ഡ്യൂട്ടി, കർത്തവ്യം ചെയ്യുക മാത്രമാണ് ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളത്. 5 വർഷം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടി പറയുന്നത് ഇത് നയപരമായ തീരുമാനമെടുക്കേണ്ട ഒരു വിഷയമാണെന്നാണ്. എന്ത് നയപരമായ തീരുമാനം? ഈ നയപരമായ തീരുമാനവും നയപരം അല്ലാത്ത തീരുമാനവും തമ്മിലുള്ള വ്യത്യാസം ഈ 5 വർഷം മന്ത്രിയായിരുന്ന വ്യക്തിക്ക് അറിയില്ല എന്ന് പറയുന്നത് ലജ്ജാകരമാണ്. അദ്ദേഹം പറയുന്നത് പോലെ എല്ലാ ഫയലും മന്ത്രി കാണേണ്ട കാര്യമില്ലെന്നേ. ഓരോ ഉദ്യോഗസ്ഥനും അവരുടെ അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനടിയിൽ വരുന്ന വിഷയങ്ങളിൽ അവർക്ക് തീർച്ചയായിട്ടും സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാൻ കഴിയും. അല്ലാത്ത പക്ഷം ആ ഫയലിനെ ഈ മന്ത്രിയോ മറ്റോ വേണമെങ്കിൽ അവർക്ക് വിളിച്ചു വരുത്താം. അല്ലാത്ത പക്ഷം ഒരു ഉദ്യോഗസ്ഥന് ഒരു കാര്യത്തെ തീരുമാനം എടുക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ അയാൾ തീരുമാനം എടുത്തിരിക്കണം എന്ന് തന്നെയാണ് സെക്രട്ടേറിയറ്റ് മാനുവലും പറയുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ആദ്യമായിട്ടല്ല മന്ത്രിയാവുന്നത്. അദ്ദേഹം ദീർഘകാലം മന്ത്രിയായിരുന്നു, ഭരണ പരിചയം ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിനും ഈ വിഷയത്തെക്കുറിച്ചിട്ട് യാതൊരു ധാരണയും ഇല്ല എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് ഈ LSTD വകുപ്പ് മന്ത്രി KM ഷാജി. അദ്ദേഹം വന്നിട്ട് ഈ അണ്ടർ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ കൊടുത്തു എങ്കിൽ തീർച്ചയായിട്ടും അത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. സത്യപ്രതിജ്ഞയിൽ അവർ എന്താണ് പറയുന്നത്? അതായത് ഭയം കൂടാതെയും പക്ഷപാതം കൂടാതെയും അതുപോലെ തന്നെ സ്നേഹമോ വിദ്വേഷമോ കൂടാതെയും നീതിപരമായി കാര്യങ്ങൾ ചെയ്യും എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഷാജി തന്നെ പറയുന്നത് ഞാൻ കേട്ടു. അതായത് ഈ സുഗതന് ഗുണകരമായ യാതൊരു നിർദ്ദേശവും കൊടുക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ്. ആർക്ക് വേണമെങ്കിലും അതിനെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയും. ജൂലൈ മാസം 2-ാം തീയതിയാണ് തന്നെ എസ്കോർട്ടോടുകൂടി കൗൺസിൽ മീറ്റിങ്ങിലേക്ക് കൊണ്ടുപോകണം എന്ന് സുഗതൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ സുഗതനും അറിയാമായിരുന്നു, ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ആ ഒരു ആവശ്യം അംഗീകരിക്കില്ല എന്ന്. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് സുഗതൻ അത്തരത്തിലുള്ള ഒരു അപേക്ഷ നൽകിയത്? നാം കണ്ടു, ഈ മുനിസിപ്പാലിറ്റി ആക്ടിൻ്റെ സെക്ഷൻ 91 പറയുന്നത് എന്താണ്? ഒരു കൗൺസിലർ സ്വമേധയാ ഒരു കൗൺസിൽ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല എങ്കിൽ, അപ്പോൾ അവിടെ രേഖാമൂലം താൻ ഈ കൗൺസിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ തയ്യാറാണ്, ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി, ഒരു തെളിവുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു അപേക്ഷ നൽകിയത്. അല്ലാതെ അദ്ദേഹത്തെ ഈ പോലീസ് എസ്കോർട്ടോട് കൂടി ഈ കൗൺസിൽ മീറ്റിങ്ങിൽ കൊണ്ടുപോകും എന്ന് കരുതിയിട്ട് അല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ അവരിൽ നിക്ഷിപ്തമായ കാര്യം കൃത്യമായി നിയമപരമായി ചെയ്യുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് എതിരെയുള്ള ഒരു അന്വേഷണത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള ഈ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് സുഗതൻ അവധി അപേക്ഷ നൽകിയതെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൗൺസിൽ അത് പരിഗണിച്ചത് എന്നുമുള്ള മേയർ BV രാജേഷിൻ്റെ ഈ അഭിപ്രായം അത് അടിസ്ഥാനരഹിതമാണ്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കപ്പെട്ടത്. അപ്പോൾ ഈ സുഗതൻ അവധി അപേക്ഷ നൽകിയതും അത് കൗൺസിൽ പരിഗണിച്ചതും അത് പാസ്സാക്കിയതും ഒക്കെ തന്നെ നിയമപരമായ കാര്യങ്ങളാണ്. അഥവാ ആർക്കെങ്കിലും പരാതിയുള്ള പക്ഷം അവർക്ക് നേരെ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാം, അവിടെ നിന്ന് ഹൈക്കോടതിയിൽ പോകാം, അവിടെ നിന്നും ആർക്ക് വേണമെങ്കിലും സുപ്രീം കോടതിയിലും പോകാം. അങ്ങനെ പോകണം എന്നാണ് എനിക്ക് ഈ ശബരിനാഥനോട് പറയാനുള്ളത്. അദ്ദേഹം ഇനി എവിടെ പോയിട്ടും ഒരു കാര്യവുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കൊക്ക് ചത്തത് തന്നെ
അദ്ദേഹത്തിൻ്റെ കൊക്കിന് ഇനി ഒരിക്കലും തന്നെ ജീവൻ തിരിച്ചു കിട്ടാൻ പോകുന്നു ഇല്ല. അവസാനമായിട്ട് ഈ കൗൺസിൽ മീറ്റിങ്ങിന് ശേഷം നമ്മുടെ വി രാജേഷ് പറയുകയുണ്ടായി അദ്ദേഹം കാസ്റ്റിംഗ് വോട്ട് ചെയ്തു എന്ന്. അതിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കാസ്റ്റിംഗ് വോട്ട് എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ്. കോർപ്പറേഷനിലെ കാസ്റ്റിംഗ് വോട്ടും അസംബ്ലിയിലെ കാസ്റ്റിംഗ് വോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.